ഹലോ, ഇന്ന് ചാത്തമ്പാറയിൽ പോയ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. ചാത്തമ്പാറയിൽ വീഡിയോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പോയതാണ്, പക്ഷെ പണി പാളി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരമൊക്കെ വല്ലാതായി, പനി പിടിച്ചു, പേടിച്ച് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയതാണ്ടത്തെ അവസ്ഥയായിപ്പോയി. കണ്ണുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ടു തിരിച്ച് വീട്ടിൽ വന്നു. അതാണ്ട് എൻ്റെ മോള് പിന്നെ ഒന്ന് എനിക്ക് കട്ടൻ ചായയൊക്കെ ഇട്ട് തരുന്നതാണ്. എനിക്കൊന്ന് വയ്യ, ഒന്ന് ചെയ്യ് എന്ന് പറഞ്ഞാലും അവൾ ചെയ്യും. പാത്രങ്ങളും ഒക്കെ കഴുകി തരുകയൊക്കെ ചെയ്യും. അതാണ്ട് നമ്മുടെ വീട്ടിൽ പ്രാവശ്യം ഒരുപാട് ഡ്രാഗൺ പഴുത്തു. അങ്ങനെ ഞങ്ങൾ അയൽവക്കത്തൊക്കെ അതൊക്കെ ഷെയർ ചെയ്തു. അതിനിടയ്ക്ക് മക്കൾ പറഞ്ഞു അവർക്കിന്ന് ബ്രോസ്റ്റഡ് മേടിച്ച് തരൂ, ഒരുപാട് നാളായിരുന്നു. അങ്ങനെ അവരുടെ വാപ്പി രാത്രിയിൽ ബ്രോസ്റ്റഡൊക്കെ മേടിച്ച് കൊടുത്തു. അവർക്ക് ദാണ്ട് ബ്രോസ്റ്റഡൊക്കെ മേടിച്ചു കൊടുത്തു. അതിനിടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ദാണ്ട് മലക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഞാൻ ഒരു ചെറിയൊരു മത്തങ്ങ മേടിക്കാൻ പറഞ്ഞു. നമുക്ക് വയ്യാതെ വന്നാലും അസുഖം വന്നാലും പനി വന്നാലും ഈ വീട്ടമ്മമാർക്ക് റെസ്റ്റ് ഇല്ലല്ലോ, അവർ കിടക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള അമ്മമാർ കിടക്കാൻ പറ്റത്തില്ല. കൊച്ചുമക്കളൊക്കെ ഉള്ളിടത്ത് നമ്മൾ എണീറ്റേ പറ്റൂ. അങ്ങനെ എണീറ്റ് മത്തങ്ങയൊക്കെ അരിഞ്ഞു. കഴുകി വാരി, അതിൽ നല്ല കണക്കിന് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി വാരിയെടുത്തു. പ്രത്യേകിച്ചും മത്തങ്ങയൊക്കെ ഉണ്ടെങ്കിൽ, മത്തങ്ങ ഉടച്ചേറിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉണക്കമീനാണ്. മത്തങ്ങ കറിയും ഉണക്കമീൻ പൊരിച്ചതും പിന്നെന്താണ് ഒരു ചമ്മന്തിയും, പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ ദാണ്ട് മത്തങ്ങയൊക്കെ കറിയൊക്കെ ആയി. അതുകൊണ്ട് ഉണക്കമീനൊക്കെ പൊരിച്ചു. അങ്ങനെ